ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം നിങ്ങൾ തംബ്നെയിലിൽ കണ്ടത് തന്നെയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഓൺലൈനിൽ ഒരുപാട് ലോൺ ആപ്ലിക്കേഷനുകളുണ്ട്. അതിൽ റിയൽ ആയിട്ടുള്ളതുണ്ട്, ഫേക്ക് ആയിട്ടുള്ളതുണ്ട്, RBI രജിസ്ട്രേർഡ് ഉണ്ട്, അല്ലാത്തതുമുണ്ട്. അപ്പോൾ RBI രജിസ്ട്രേർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് തിരിച്ചടയ്ക്കണം. തിരിച്ചടച്ചില്ലെങ്കിൽ നമുക്കത് ലീഗലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമുക്ക് അതിന് കേസും കൂട്ടവും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ മറ്റൊരു വിഷയം, നമുക്ക് ഫേക്കായിട്ടുള്ള ഒരുപാട് നിരവധി ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. ഈ ആപ്ലിക്കേഷനുകൾ ഒരിക്കലും പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ലഭ്യമാവുകയില്ല. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാവുക ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ലഭ്യമാകും, അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ നിന്ന് ലഭ്യമാകും, അതേപോലെ അതർ സോഷ്യൽ മീഡിയകളിൽ നിന്ന് ലഭ്യമാകും. യൂട്യൂബിൽ ലഭ്യമാണോ എന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ യൂട്യൂബിൽ നിന്ന് ലഭ്യമല്ല, ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ലഭ്യമാണ് ഈ ആപ്ലിക്കേഷനുകൾ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ, നമുക്ക് 365 ദിവസത്തേക്കാണ് ലോണ് തരിക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിൻ്റെ ഒരു പ്രൊഫൈല് കാണിക്കുമെങ്കിലും, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലോൺ എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ തുച്ഛമായ ഒരു പൈസയാണ് കിട്ടുക. അതിനുശേഷമാണ് നമുക്കത് 7 days ലോൺ ആപ്പാണ് എന്ന് അറിയുക. ഇങ്ങനെയുള്ള ലോൺ ആപ്പുകളിൽ നിന്ന് ആരെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണ് ഒരിക്കലും തിരിച്ചടയ്ക്കരുത്. തിരിച്ചടച്ചില്ലെങ്കിൽ അവർക്കൊരു കുന്തവും ഒരു ചുക്കും ചെയ്യാൻ നമ്മളെ ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനത്തെ ലോൺ ആപ്പുകൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വഴിയൊക്കെ നമുക്ക് നമ്മൾ വീഡിയോ കാണുന്നതിൻ്റെ അടിയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇതിൽ നിന്ന് ലോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ, അവർ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും തെറ്റില്ല. ഇതേപോലത്തെ ഫേക്കന്മാരിൽ നിന്ന് ലോൺ എടുത്താൽ അവർക്ക് നമ്മളൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഈ ലോൺ ആപ്പുകൾ ശരിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോറിൻ്റെ ഒരു രീതിയിലുള്ള ഒരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ ചെല്ലുക. പ്ലേ സ്റ്റോറിൽ ഇതേപോലുള്ള ഫേക്ക് ആപ്ലിക്കേഷനുകൾ ഉണ്ടാവില്ല. അപ്പോൾ പ്ലേ സ്റ്റോർ പോലെയുള്ള ഒരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ ചെല്ലുക. അവിടെ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയുകയുള്ളൂ. ഇവർക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. നമുക്കിപ്പോൾ ലോണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ലോണ് തരും. 1 minute 2 minute കൊണ്ടൊക്കെ നമുക്ക് ലോണ് തരും. പക്ഷേ ഈ ലോൺ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇവരുടെ കോളുകൾ വരാൻ തുടങ്ങും. നിരവധി കോളുകൾ വരാൻ തുടങ്ങും. അതേപോലെ നമ്മളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവർ ആദ്യം ചോദിക്കും. അപ്പോൾ ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പം നമ്മൾ ഈ ഫോട്ടോ വെച്ചിട്ടാണ് ഇവരുടെ മെയിൻ പരിപാടി ഇതാണ്. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് ആരും ഭയക്കരുത്. ലോണ് ഫേക്ക് ആപ്ലിക്കേഷനുകൾ തെരഞ്ഞുപിടിച്ച് പിടിച്ച് നിങ്ങൾ ലോൺ എടുത്തോ. ലോൺ എടുത്തിട്ട് നിങ്ങളെന്താ ജീവിതം അടിപൊളിയാക്കിക്കോ. പക്ഷേ ഒരു ചില്ലി പൈസ പോലും നിങ്ങൾ തിരിച്ചടയ്ക്കാൻ പാടില്ല. ഇതേപോലുള്ള ഫേക്ക് ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ എന്നല്ല, അതേപോലെ തന്നെ ഒരുപാട് ചൈനീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഫേക്ക് ലോൺ ആപ്ലിക്കേഷനുകൾ. അവർ ഇന്ത്യയിൽ നിന്നല്ല പ്രവർത്തിക്കുക, അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ലോൺ എടുത്ത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും ലോൺ തിരിച്ചടയ്ക്കരുത്. 1 രൂപ പോലും തിരിച്ചടയ്ക്കരുത്. അതേപോലെ തന്നെ ആരെങ്കിലും ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ ഭാഗങ്ങളും സേഫാക്കിയതിന് ശേഷം മാത്രം ലോൺ എടുക്കുക. ഇതിനെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. ഇങ്ങനൊരു വിഷയം എൻ്റെ ഫ്രണ്ടിനുണ്ടായി. എൻ്റെ ഫ്രണ്ട് വിചാരിച്ചത് ഒറിജിനൽ RBI രജിസ്ട്രേർഡ് ആണ് എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ നിന്ന് ലോൺ എടുത്തത്. അപ്പോൾ ലോൺ എടുത്തത് എന്ന് വിചാരിച്ചാൽ വളരെ തുച്ഛമായ പൈസയാണ് ലോൺ എടുത്തത്.
5000 രൂപയാണ് ലോൺ അപ്രൂവ് ആയി കിട്ടിയത്. 10000 രൂപയ്ക്ക് ആവശ്യമുള്ള ആൾ 10000 രൂപയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ 5000 രൂപയാണ് കിട്ടിയത്. അതിനുശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരുടെ കോൾ വരാൻ തുടങ്ങി. 5000 രൂപയ്ക്ക് 15000 രൂപ തിരിച്ചടയ്ക്കണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഇദ്ദേഹം എന്നെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ചില്ലി പൈസയും കൊടുക്കരുത്. അവർ ലീഗലായിട്ട് തന്നെ പോട്ടെ, ഇനിയിപ്പോൾ എന്ത് കുന്തം ചെയ്താലും അവർ ഫേക്കായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് നിങ്ങൾ പൈസ തിരിച്ചു കൊടുക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അവർ കോൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ എടുക്കാതിരിക്കുക. അതല്ലെങ്കിൽ അവരുടെ കോൾ ഒരുപാട് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക. എന്തായാലും അവർ വീട്ടിലേക്കൊന്നും അന്വേഷിച്ച് വരാൻ പോകുന്നില്ല. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ ഇതിനെ ഒരാളോടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഓരോരുത്തരും ഓരോ എമർജൻസി കേസുകൾ വരുമ്പോഴാണ് ലോൺ എടുക്കുക. അപ്പോൾ അങ്ങനെ ലോൺ എടുക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ചതിക്കുഴികളിൽ ഒരുപാട് ആളുകൾ വീണിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഒരുപാട് പൈസ ഇവർക്ക് വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, മാക്സിമം എല്ലാവരും അവരവരുടെ സേഫ്റ്റി അനുസരിച്ച് കൈകാര്യം ചെയ്യുക. ഒരിക്കലും ഞാനിതിനെ പ്രോത്സാഹിച്ച് പറയുന്നില്ല, നിങ്ങൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കരുത് എന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പിന്നെ എന്താ വിചാരിച്ചാൽ, അവർ നമ്മളെ പറ്റിക്കുമ്പോൾ നമ്മൾ അവർക്കൊരു ചെറിയൊരു എട്ടിൻ്റെ പണി കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളതിൽ. അതല്ലാതെ വേറൊന്നും ഇതിൽ ചെയ്യാനില്ല. അവർക്ക് നമ്മളൊന്നും ചെയ്യാനും കഴിയില്ല. ഇനി RBI രജിസ്ട്രേഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ നിന്നാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്ത് അടയ്ക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയാനും അതേപോലെ തന്നെ വേറെ എവിടെ നിന്നെങ്കിലും ലോണൊക്കെ പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ലോൺ എടുക്കേണ്ടി വരുമ്പോൾ ആ ലോണ് ഒക്കെ ബ്ലോക്കായി പോകും ഇത് കാരണം. അപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. ഫേക്കായിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോണിൽ ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക, ഇങ്ങനെ ലോണ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കുന്ന സമയത്ത് നിങ്ങൾ അത് RBI രജിസ്ട്രേഡ് ആണോ എന്ന് ആദ്യം നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ലോൺ എടുക്കരുത്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമെന്ന് നിങ്ങൾ ലോൺ എടുത്തു, ഇനിയിപ്പോൾ അവരെ നിങ്ങളെ ഹറാസ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക. അതിൽ വേറൊന്നും ചെയ്യാനില്ല. 1 രൂപ പോലും, ഒരു ചില്ലി കാശ് പോലും ഇമാതിരി തെമ്മാടിത്തരം ചെയ്യുന്നവർക്ക് കൊടുക്കരുത് എന്നതാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വിഷയങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരാളും ലോൺ എടുത്തിട്ട് അതിൻ്റെ വേറൊരു കെണിയിലേക്ക് ചെന്ന് പെടാൻ ഇടയാകരുത്. അപ്പോൾ അതിനുള്ള ഒരു പ്രചോദനമാണ് ഞാൻ നൽകുന്നത്. അപ്പോൾ ലോണ് എടുത്തു, ഇനിയിപ്പോൾ അവർ നമ്മളുടെ ഫാമിലീസിനോ ആരെ വേണമെങ്കിലും വിളിച്ചോട്ടെ, നിങ്ങളത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ലോണ് എടുത്തിട്ട് അവർ ലോൺ തന്നിട്ടുണ്ടെങ്കിലും അത് യഥാർത്ഥമായ ലീഗലായ രീതിയിലാണ് ലോൺ തരുന്നതെങ്കിൽ നിങ്ങളത് തിരിച്ചടയ്ക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ തിരിച്ചടച്ചില്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.